ഇംഗ്ലണ്ടിനെതിരായ 5 മത്സര ടെസ്റ്റ് പരമ്പര ഇന്ത്യ ആധിപത്യം കാട്ടി തന്നെ സ്വന്തമാക്കിയിരിക്കുകയാണ്. ആദ്യ മത്സരത്തിൽ 28 റൺസിന് തോറ്റ ഇന്ത്യ പിന്നീടുള്ള 4 മത്സരങ്ങളും ജയിച്ച് 4-1 ടെസ്റ്റ് പരമ്പര അലമാരിൽ എത്തിച്ചത്. ഇന്ത്യയെ സംബന്ധിച്ച് ഇംഗ്ലണ്ട് ടെസ്റ്റ് പരമ്പര വളരെ പ്രധാനപ്പെട്ടതായിരുന്നു. പ്രമുഖ സീനിയർ താരങ്ങളുടെ അഭാവത്തിലും പരമ്പര നേടിയെടുക്കാൻ ഇന്ത്യക്കായി എന്നത് എടുത്തു പറയേണ്ടതാണ്. ഇംഗ്ലണ്ടിൻ്റെ ബാസ്ബോൾ ശൈലിയെ സ്പിൻ കണിയൊരുക്കിയാണ് ഇന്ത്യ വീഴ്ത്തിയത്. 5-ാം ടെസ്റ്റിൽ അശ്വിൻ ഗംഭീര ബൗളിംഗ് പ്രകടനമാണ് കാഴ്ചവെച്ചത്. 5 വിക്കറ്റ് പകരം ഉൾപ്പെടെ 9 വിക്കറ്റുകളാണ് അശ്വിൻ വീഴ്ത്തിയത്. 2-ാം ഇന്നിംഗ്സിൽ ഇംഗ്ലണ്ടിനെ തകർത്തത് അശ്വിൻ്റെ ബൗളിംഗ് പ്രകടനമാണെന്ന് പറയാം. ഇപ്പോഴത്തെ 147 വർഷത്തെ ചരിത്രത്തിൽ മറ്റാർക്കും നേടാനാവാത്ത ബമ്പർ റെക്കോർഡ് സ്വന്തമാക്കിയിരിക്കുകയാണ് അശ്വിൻ. അരങ്ങേറ്റ ടെസ്റ്റിലും 100-ാം ടെസ്റ്റിലും 5 വിക്കറ്റ് പകരം നടത്തുന്ന താരമെന്ന അപൂർവ റെക്കോർഡിലേക്കാണ് അശ്വിൻ പേരുയർത്തത്. 2011-ൽ വെസ്റ്റ് ഇൻഡീസിനെതിരെ ടെസ്റ്റ് കളിച്ചാണ് അശ്വിൻ്റെ അരങ്ങേറ്റം. ആദ്യ ഇന്നിംഗ്സിൽ 3 വിക്കറ്റ് നേടിയ അശ്വിൻ 2-ാം ഇന്നിംഗ്സിൽ 6 വിക്കറ്റാണ് വീഴ്ത്തിയത്. 100-ാം ടെസ്റ്റിൻ്റെ ആദ്യ ഇന്നിംഗ്സിൽ അശ്വിൻ 4 വിക്കറ്റും 2-ാം ഇന്നിംഗ്സിൽ 5 വിക്കറ്റുമാണ് വീഴ്ത്തിയത്. അരങ്ങേറ്റ ടെസ്റ്റിലും 100-ാം ടെസ്റ്റിലും അശ്വിൻ 9 വിക്കറ്റുകളാണ് വീഴ്ത്തിയതെന്നതാണ് മറ്റൊരു കൗതുകം. ധരംശാലയിലെ 5 വിക്കറ്റ് പഠനത്തോടെ അശ്വിൻ്റെ 5 വിക്കറ്റ് പകരണങ്ങളുടെ എണ്ണം 36ആയി. ഇതോടെ അനിൽ കുംബ്ലെയെ മറികടക്കാൻ അശ്വിനായി. കൂടാതെ 100-ാം ടെസ്റ്റിൽ കൂടുതൽ വിക്കറ്റ് നേടുന്ന താരങ്ങളുടെ റെക്കോർഡിൽ മുത്തയ്യ മുരളീധരനൊപ്പം തലപ്പത്തെത്താനും അശ്വിനായി. രണ്ടുപേരും 9 വിക്കറ്റുകൾ വീതമാണ് വീഴ്ത്തിയത്. ഷെയ്ൻ വോൺ 8 വിക്കറ്റ് വീഴ്ത്തിയപ്പോൾ കപിൽ ദേവും അനിൽ കുംബ്ലെയും 7 വിക്കറ്റുകളാണ് വീഴ്ത്തിയത്. ബെൻ സ്റ്റോക്സിനെയാണ് പരമ്പരയിൽ അശ്വിൻ ഏറ്റവും പ്രയാസപ്പെടുത്തിയത്. 17 തവണയാണ് അശ്വിൻ ബെൻ സ്റ്റോക്സിൻ്റെ വിക്കറ്റ് വീഴ്ത്തിയത്. സ്റ്റോക്സിന് ഉത്തരമില്ലാത്ത ബൗളറായി അശ്വിൻ മാറിയതാണ് വസ്തുത. ആധുനിക ക്രിക്കറ്റിലെ ഇതിഹാസ ബൗളറായി തന്നെ അശ്വിനെ വിശേഷിപ്പിക്കാം. 4 വർഷം കൂടിയെങ്കിലും കരിയർ തുടരാനായാൽ 700 വിക്കറ്റുകൾ വീഴ്ത്താനും അശ്വിന് സാധിച്ചേക്കും. ഇംഗ്ലണ്ടിൻ്റെ ബാസ്ബോൾ ശൈലിയെ നാണം കെടുത്തി മടക്കാൻ ഇന്ത്യക്ക് സാധിച്ചു. നായകനെന്ന നിലയിൽ രോഹിത് ശർമ്മയ്ക്കും അഭിമാനിക്കാവുന്ന ടെസ്റ്റ് പരമ്പര നേട്ടമാണിത്. വിരാട് കോഹ്ലി, മുഹമ്മദ് ഷമി, KL രാഹുൽ എന്നിവരൊന്നുമില്ലാതെ ഇറങ്ങിയ ഇന്ത്യ ആദ്യ മത്സരം തോറ്റപ്പോൾ നായകൻ രോഹിത് ശർമ്മയ്ക്കെതിരെ വലിയ വിമർശനം ഉയർന്നിരുന്നു. എന്നാൽ പിന്നീടുള്ള 4 മത്സരത്തിലും ടീമിനെ മുന്നിൽ നയിക്കാനും രോഹിത്തിനായി.